സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അടിമുടി മാറ്റങ്ങൾ വരുത്തി ഗണേഷ് കുമാർ എടുത്ത തീരുമാനങ്ങൾ തുടക്കം മുതൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ നിയന്ത്രണമുണ്ടെന്ന വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഇന്നു മുതൽ ഒരു കേന്ദ്രത്തിൽ 50 പേരുടെ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചുവെന്ന വാർത്ത കള്ളമാണെന്ന് ഗണേഷ് കുമാർ അവകാശപ്പെടുന്നു. ദിവസവും 180 വരെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളാണ് വെട്ടിക്കുറച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ എത്തിയത്. RTOമാരുടെ യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം എത്തിയതെന്നായിരുന്നു വാർത്ത. എന്നാൽ ഇത് മന്ത്രി നിഷേധിക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധവും നടക്കുന്നുണ്ട്. മന്ത്രിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ 50 പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വെച്ചത്. എന്നാൽ ഉത്തരവൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അതൊരു നിർദ്ദേശം മാത്രമായിരുന്നുവെന്ന വിശദീകരണമാണ് മന്ത്രി നൽകുന്നത്. യോഗത്തിൽ പല നിർദ്ദേശമുയർന്നു. ദിവസം 150 പേർക്ക് വരെ ലൈസൻസ് കൊടുക്കുന്നു. ഒരാൾക്ക് 6 മിനിറ്റാണ് ലൈസൻസ് നൽകാൻ എടുക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ എണ്ണം 50ആയി ചുരുക്കണമെന്ന് പറഞ്ഞു. അത് ഇന്നു മുതൽ നിർബന്ധമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. യോഗ തീരുമാനങ്ങൾ ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥർ അങ്ങനെ പ്രചരിപ്പിച്ചു. അതാണ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലെ പ്രശ്നത്തിന് കാരണമാകുന്നത്. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും മന്ത്രി പ്രതികരിച്ചു. 50 ടെസ്റ്റ് മാത്രം മതിയെന്ന് സർക്കാർ വല്ല ഉത്തരവും ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. വാർത്ത ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥർ തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് മന്ത്രി പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈനായാണ് യോഗം നടന്നത്. ഈ യോഗത്തിൽ നാളെ മുതൽ 50 ടെസ്റ്റുകൾ മതിയെന്ന് മന്ത്രി നിർദ്ദേശിച്ചിരുന്നുവെന്ന് RTOമാർ പറയുന്നു. ഓൺലൈൻ യോഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ പ്രശ്നവും ചൂണ്ടിക്കാട്ടി. എന്നാൽ മന്ത്രി അതിന് കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. ഇതോടെയാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. മന്ത്രി പറഞ്ഞതുപോലെ അപേക്ഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് വ്യക്തതയില്ല. അതേസമയം ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും യോഗത്തിൽ പങ്കെടുത്തില്ല. മെയ് 1 മുതൽ നടപ്പിലാക്കാനിരുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമാണ് പുതിയ നിയന്ത്രണങ്ങൾ. പുതിയ തീരുമാനത്തിൽ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെയും ഗൂഢാലോചനയായി കാണുകയാണ് മന്ത്രി. മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടന്നു. പലയിടങ്ങളിലും ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തി ദീർഘസമയം കാത്തു നിൽക്കേണ്ടി വന്നെങ്കിലും 50 പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തതോടെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരാണ് പ്രതിഷേധം നടത്തുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരുടെ ഭാഗത്തു നിന്നുകൂടി പ്രതിഷേധമുയർന്നു. ചിലയിടത്ത് അറസ്റ്റും നടന്നു. ഗണേഷ് കുമാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവിറക്കിയിരുന്നു. മാറ്റങ്ങൾ മെയ് 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം 30ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് 50ലേക്ക് എണ്ണം ചുരുക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിലുള്ളത്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റയുടൻ പ്രഖ്യാപിച്ചത്. ഇതിനായി 10 അംഗ കമ്മിറ്റിയടക്കം രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയറിംഗ് പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി. കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നീ നിബന്ധനകളും നിലവിൽ വന്നിരുന്നു.